നമസ്കാരം. സിറിയയിലെ നൂറ്റാണ്ടിലേറെ കാലത്തെ ഏകാധിപത്യ ഭരണത്തിന് അവസാനമായതോടെ ഇനി രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ള സർക്കാരാണോ അതോ ഫെഡറൽ സംവിധാനമാണോ നിലവിൽ വരിക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് കൊഴുക്കുന്നത്. ബാഷർ ഭരണകൂടത്തെ താഴ്ത്തിട്ട് തലസ്ഥാന നഗരിയിലേക്ക് അനായാസം കടന്നുകയറിയ സിറിയയിലെ വിമതർ ഇപ്പോൾ ഭരണമെന്ന കൂടുതൽ ഭയാനകരമായ ദൗത്യത്തെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിൽ നിന്നുള്ള സൈന്യം വടക്ക് അവരുടെ സ്വന്തം താവളത്തിൽ നിന്ന് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന്റെ കവാടത്തിലേക്ക് ഇരച്ചു കയറിയപ്പോൾ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടില്ലെന്ന് അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ സിറിയയിൽ ഒരു സർക്കാർ സ്ഥാപിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് വിമതർ മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ. കാരണം നൂറ്റാണ്ട് പിന്നിട്ട അസദ് വംശത്തിന്റെ ഭരണം അവസാനിപ്പിച്ചതോടെ ജനങ്ങളെല്ലാം പുതിയ പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ്. ഇവരുടെ പ്രതീക്ഷകൾക്ക് കോട്ടം തട്ടാത്ത തരത്തിലാകണം പുതിയ സർക്കാരിനെ കെട്ടിപ്പടുക്കേണ്ടത് എന്ന വെല്ലുവിളിയാണ് പുതിയ നേതൃത്വത്തിന് മുന്നിലുള്ളത്. ഭീകര സംഘടന എന്ന വിശേഷണവും HTS നേതൃത്വത്തിന് ഉണ്ടെന്നതിനാൽ അവർ രൂപപ്പെടുത്തുന്ന സർക്കാരിനെ സിറിയൻ ജനത സ്വീകരിക്കുമോ എന്ന ആശങ്കയും വിമതർക്കുണ്ട്. മാത്രമല്ല, വിമതർ അസദ് യുഗത്തിന് പകരം തങ്ങളുടെ തന്നെ സമ്പൂർണ്ണ ഭരണം കൊണ്ടുവന്ന് അടിച്ചമർത്തുമോ എന്ന ഭയവും സിറിയയിലെ ജനങ്ങൾക്കുണ്ട്. HTSനെ പാകപ്പെടുത്തിയെടുക്കുക ഇദ്ലിബ് മാതൃക തന്നെ സിറിയയിൽ കൊണ്ടുവരാനാണ് വിമത ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. അതേസമയം HTSന്റെ പ്രാദേശിക ഭരണ മാതൃക എത്തരത്തിലുള്ളതാണെന്ന് ആർക്കും കാര്യമായി അറിയുകയുമില്ല. എന്നാൽ HTSന്റെ ഭരണം ഒരു പ്രാദേശിക തലത്തെ മാത്രം ആശ്രയിച്ചുള്ളതാണെന്നും അത് സിറിയയിൽ പ്രാവർത്തികമാക്കിയാൽ നിരാശയായിരിക്കും ഫലമെന്നും അന്താരാഷ്ട്ര നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നുണ്ട്. സിറിയയിൽ പുതിയ പ്രധാനമന്ത്രിയെ നിയമിച്ചതോ അദ്ദേഹത്തിന്റെ പേരോ സിറിയയിലെ ഭൂരിഭാഗം പേർക്കും അറിയില്ലെന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. നിലവിൽ പോലീസ് ഗാർഡുകളെല്ലാം വിമത സംഘടനയിൽ നിന്നുള്ളവരാണ്. ഇവർ ഇസ്ലാമിസ്റ്റ് സർക്കാരിന്റെ ചിഹ്നമുള്ള ബാഡ്ജുകളാണ് ധരിച്ചിരിക്കുന്നത്. ഇദ്ബിലിലെ HTSന്റെ സാൽവേഷൻ ഗവൺമെന്റിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ് ഇപ്പോൾ സിറിയയിലെ ആഭ്യന്തരമന്ത്രിയായി നിയമിക്കപ്പെട്ടത്. അസദ് ഭരണകാലത്തെ ചില നല്ല ഘടകങ്ങളുമായി കോർത്തിണക്കിയായിരിക്കും സിറിയയിൽ സർക്കാരിനെ കെട്ടിപ്പടുക്കുകയെന്ന് HTS നേതാക്കൾ പറയുന്നുണ്ട്. അസദിന്റെ പഴയ പോലീസ് സേനയ്ക്ക് പുതിയ ഗ്രൂപ്പിലേക്ക് വരാമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. തലസ്ഥാനം ഏറ്റെടുത്ത 48 മണിക്കൂറിനുള്ളിൽ HTSന്റെ കമാൻഡർ ഇൻ ചീഫ് അബു മുഹമ്മദ് അൽ ജലാനി അസദ് ഭരണത്തിന് കീഴിൽ പൊതുമേഖലയിൽ ജോലി ചെയ്തിരുന്നവരോട് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ഉത്തരവിട്ടെങ്കിലും ആരും തിരിച്ചെത്തിയില്ല എന്നാണ് റിപ്പോർട്ട്. അതിനിടെ അസദ് ഭരണകാലത്ത് തടവിലായിരുന്ന ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെയാണ് വിമത സംഘം മോചിപ്പിച്ചത്. സെൻട്രൽ ബാങ്ക് പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കുമെന്നും നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ജലാനി അറിയിച്ചതായാണ് വിവരം. ഡെമസ്കസിൽ പ്രവേശിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ജലാനിയുടെ സൈന്യം പിടിച്ചെടുത്ത അലപ്പോയിൽ HTSന്റെ പ്രാദേശിക ഘടകം ചെറിയ രീതിയിൽ ഭരണം ആരംഭിച്ചു. അതുപോലെ തന്നെ സിറിയയുടെ പുതിയ മന്ത്രിമാരുടെ ഫ്ലെക്സുകളും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. അലപ്പോയിലേക്ക് അയച്ച അതേ HTS സാങ്കേതിക വിദഗ്ധർ ഇപ്പോൾ ഡെമസ്കസിലാണ്. നഗരം പുനർനിർമ്മിക്കുക എന്നതാണ് ഇപ്പോൾ ഇവരുടെ മുന്നിലെ വെല്ലുവിളി. അതേസമയം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുതാര്യമായ ഭരണ വ്യവസ്ഥിതിയുള്ള ഭാവി സിറിയൻ ഗവൺമെന്റിനെ അമേരിക്കൻ സർക്കാർ അംഗീകരിക്കുകയും പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചിട്ടുണ്ട്. സിറിയയിലെ വിവിധ വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി ഒരുപോലെയുള്ള ഭരണഘടനയാണ് ഉണ്ടാക്കേണ്ടതെന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ HTSന് മുന്നിലുള്ളത്. എന്നാൽ ഇദ്ബിലിലെ HTSന്റെ ഭരണം ജനാധിപത്യ നിലവാരത്തേക്കാൾ കുറവാണെന്നാണ് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിന്റെ ആദ്യ വർഷങ്ങളിൽ അൽ ഖ്വയ്ദയുടെ ഒരു ശാഖയായാണ് HTS രൂപീകൃതമായത്. തീവ്രവാദികളും വിദേശ പോരാളികളും ഇന്നും ഈ സംഘടനയുടെ ഭാഗമായി നിലകൊള്ളുന്നുണ്ട്. ഈ സംഘടന ഇപ്പോഴും അമേരിക്കയുടെ ഭീകര ലിസ്റ്റിൽ ഉൾപ്പെട്ടതുമാണ്. അതിനാൽ തന്നെ സംഘടനയ്ക്ക് വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് എതിർപ്പ് നേരിടാനും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്.
രാഷ്ട്രീയ അവസരവാദിയും സ്വയം പുനരാവിഷ്കരണത്തിന്റെ ഉടമയുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിശേഷിപ്പിക്കുന്ന ജൊലാനി പുതിയ സർക്കാരിൽ എന്ത് പങ്കാണ് വഹിക്കുക എന്നതാണ് പ്രധാന ചോദ്യം. ഇതോടെ സിറിയ വീണ്ടും മറ്റൊരു ഏകാധിപതിയുടെ കൈകളിലേക്കാണോ വീണിരിക്കുന്നത് എന്ന് വരും നാളുകളിൽ മാത്രമേ അറിയാനാകൂ. നന്ദി.